ഏറ്റവും പുതിയ 2024 മോഡൽ KTM 250 അഡ്വഞ്ചറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 2024 വേണ്ടിയിട്ട് വരുന്ന രണ്ട് കളറുകളിൽ ഒരു കളറാണിത്. ഇത് നമ്മുടെ ഗ്രേ കളറാണ്, അതായത് ഈ ടാങ്കിൻ്റെ പോർഷൻ നമുക്കിതിൽ ഗ്രേ കളറിലാണ് വരുന്നത്. സോ സൈഡിൽ നിന്ന് നോക്കിയാലും ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ഒക്കെ ആ ഒരു ടിപ്പിക്കൽ KTM അഡ്വഞ്ചർ ബൈക്കിൻ്റെ ആ ഒരു ലുക്കും സ്റ്റാൻഡ്സും ഒക്കെ തന്നെ ഈ ഒരു ബൈക്കിന് ഇപ്പോൾ ഈ ഒരു കളർ ആൻഡ് ഗ്രാഫിക്സ് സ്കീമിലൂടെ കിട്ടുന്നുണ്ട്. ഇതല്ലാണ്ട് ഒരു മാറ്റ് ബ്ലൂ കളറിലും കൂടെയാണ് ഇത് നമുക്ക് 2024 കിട്ടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് എന്നും ഇതിൻ്റെ പ്രൈസ് എന്നാണ് ഈ ഒരു 2024 മെയ്യിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 19 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് ഈ ഒരു വാഹനത്തിൽ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് 100 സെക്ഷൻ നൈലോൺ ടയേഴ്സും വന്നിട്ടുണ്ട്. MRFിൻ്റെ മോഗ്രിപ്പ് മീറ്റിയോർ എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് ടയറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബ്ലോക്ക് പാറ്റേൺ ടയറാണ്. സോ ഒരു അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഓൺ റോഡ് ഓഫ് റോഡ് ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് പാറ്റേൺ ടയറുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു S-rated ട്യൂബ്ലെസ് ടയറാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബ്രേക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ 320 mm ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിൽ 230 mm ഡിസ്ക് ബ്രേക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓഫ് റോഡ് ABS മോഡും ഈ ഒരു വാഹനത്തിലുണ്ട്. അതായത് നമുക്ക് ബാക്ക് ABS ഓഫ് ആക്കാം. അങ്ങനെ ഓഫ് റോഡ് ഓടിക്കുന്ന സമയത്തേക്ക് ബാക്ക് സ്ലൈഡൊക്കെ അടിച്ച് നമുക്ക് വണ്ടിയെ കൺട്രോൾ ചെയ്യാനായിട്ട് കൂടുതൽ ബെറ്ററാണ്. സസ്പെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് WPയുടെ എപ്പെക്സ് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. 43 mm USD ഫോർക്കാണ്. ഇതിന് ട്രാവൽ എന്ന് പറയുന്നത് 177 mm ആണ്. നമ്മുടെ നോർമൽ ഡ്യൂക്ക് 250 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഏകദേശം 20, 27, 30 mm ട്രാവലും കൂടെ കൂടുന്നുണ്ട്. അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബൈബ്രിയുടെ റേഡിയൽ മൗണ്ടഡ് കാലിപ്പറാണ് വന്നിരിക്കുന്നത്. അതൊരു 2 piston കാലിപ്പറാണ്. അതിൽ നമുക്ക് സ്റ്റീൽ ബ്ലേഡഡ് ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ബെറ്റർ ബ്രേക്കിംഗ് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടാനായിട്ട്. ഇനി മുകളിലേക്ക് വന്നാൽ ഈ ഒരു ഹെഡ് ലാമ്പാണ് 250യുടേത്. ഈ ഒരു ഹാലജൻ ഹെഡ് ലാമ്പാണ്. അതിൽ നമുക്ക് LED DRLs ആ ഒരു രണ്ട് വശത്തും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സും വാഹനത്തിന് വരുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു വിൻഡ് വൈസറും കൊടുത്തിട്ടുണ്ട്. അഡ്വഞ്ചർ 390 നമ്മൾ കാണുന്ന പോലെയുള്ള. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് മനസ്സിലാവും ഇതൊരു 250 അഡ്വഞ്ചർ ആണെന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഈ നക്കിൾ ഗാർഡ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് നക്കിൾ ഗാർഡ്സ് ഇതിന് രണ്ട് സൈഡിലും വന്നിട്ടുണ്ട്. അതൊരു ഓറഞ്ച് കളറിലാണ് ഈ ഒരു കളർ വേർഷനിൽ വരുന്നത്. സോ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് വാഹനത്തിൻ്റെ ലുക്ക് ഏകദേശം ഈ ഒരു രീതിക്കായിരിക്കും. നൈസാണ്. ഫ്രണ്ടിൽ നിന്ന് ഒരു തലയെടുപ്പൊക്കെ നമുക്ക് ഇതിന് ഫീൽ ചെയ്യുന്നതാണ്. പിന്നീട് മിറേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ KTM 200ലും 250ലും ഒക്കെ തന്നെ നമ്മൾ പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ള രീതിക്കുള്ള ഒരു മിറർ ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. വലിയൊരു വിസിബിലിറ്റി തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ എസ്തെറ്റിക്കലി ഇതൊരു വലിയ മോശമില്ലാത്തൊരു മിററാണ്. പിന്നെ ഡാഷ്ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു LCD മീറ്റർ കൺസോളാണ് ഇതിൽ വന്നിട്ടുള്ളത്. പ്രീവിയസ് ജനറേഷനിലൊക്കെ ഉള്ള പോലൊക്കെ തന്നെ നമുക്കിവിടെ സ്പീഡോമീറ്റർ ഉണ്ട്. സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, ടൈം, ബാക്കി ഇൻഫോ, ഗിയർ സെലക്ഷന്, അതുപോലെ തന്നെ ഓഡോമീറ്റർ, ട്രിപ്പ് ഇൻഫർമേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ കാണിച്ചു തരും. മൈലേജിൻ്റെ അതായത് ആവറേജ് മൈലേജ്, ഇൻസ്റ്റൻറ്റേനിയസ് മൈലേജ്, റൈഡിങ് ടൈം പോലെയുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെ നമുക്ക് ഈ ഒരു മീറ്ററിലും കാണാൻ സാധിക്കുന്നതാണ്. ഒരു ആവറേജ് LCD കൺസോളാണ്. പക്ഷേ നല്ല വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് റീഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഏതൊരു ലൈറ്റിംഗ് കണ്ടീഷനിലും. അതുപോലെ നമുക്ക് ഇവിടെയൊക്കെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ GPS മൗണ്ടിന് വേണ്ടിയുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഹോൾഡർ പോലത്തെ സാധനങ്ങളൊക്കെ പിടിപ്പിക്കാനായിട്ടാണ് ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിതിൽ ഒരു 12 വോൾട്ടിൻ്റെ ഔട്ടും വരുന്നുണ്ട്. ഒരു USB ഔട്ടല്ല, നമ്മുടെ കാറിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരൗട്ടാണ്. സോ 12 വോൾട്ട് ഔട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ എയർ കംപ്രസർ, നമ്മുടെ ടയറിന് കാറ്റടിക്കാനുള്ള ടയർ ഇൻഫ്ലേറ്റർ പോലെയുള്ള ഉപകരണങ്ങൾ ഈസി ആയിട്ട് ഈ ഒരു പവർ സോഴ്സ് വെച്ചിട്ട് പവർ ചെയ്യാൻ സാധിക്കും. സോ ഒരു അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ടാവണം KTM USB കൊടുക്കാണ്ട് ഇങ്ങനെ ഒരു സോഴ്സ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ടൊരു ഇതിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഴ്സ് ഉണ്ട്. ആ ഒരു അഡാപ്റ്റർ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനെ USB ആയിട്ട് മാറ്റാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ USB ഔട്ട് വരുന്ന അഡാപ്റ്റേഴ്സൊക്കെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ ബാർ നോക്കി കഴിഞ്ഞാൽ ബാർ ടൈപ്പ് ഹാൻഡിൽ ബാറാണ്. അത്യാവശ്യം നല്ല വൈഡാണ്. അപ്പം ഒരു അഡ്വഞ്ചർ ബൈക്കിൽ നമ്മൾ ഇരിക്കുന്ന പോലെ നല്ല നെഞ്ച് വിരിഞ്ഞിരുന്ന് ഓടിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഹാൻഡിൽ ബാറാണ് വന്നിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് എൻജിൻ കിൽ സ്വിച്ച്, പവർ സ്റ്റാർട്ട്, അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഹൈ ബീം, ലോ ബീം, പാസ്, ഇൻഡിക്കേറ്റർ, ഹോൺ പോലെയുള്ള ബേസിക് ഫങ്ഷൻസേ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ലിവേഴ്സ് ഒന്നും തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് അല്ല വരുന്നത്. നോർമൽ ടൈപ്പ് ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലിവേഴ്സാണ്. ബാക്കിലേക്ക് വന്നാൽ നമുക്ക് ആ ഒരു ഗ്രേ കളർ ടാങ്ക് കാണാൻ സാധിക്കും. 14.5 ലിറ്ററാണ് ഈ ഒരു ടാങ്കിൻ്റെ കപ്പാസിറ്റി. ഏകദേശം മെറ്റൽ ടാങ്കും കൂടെയാണ്. മെറ്റൽ അല്ലല്ലോ, ഫൈബർ അല്ലടോ, ഫൈബർ ടാങ്കാണ് ഗൈസ്, ഫൈബർ ടാങ്കാണ്. മെറ്റൽ എന്ന് പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. പക്ഷേ 14 ലിറ്റർ ഉണ്ട്, 14.5 ലിറ്റർ ഉണ്ട്. മാത്രമല്ല 390 വരുന്ന അതേപോലെയുള്ള ഇതും വരുന്നുണ്ട്. ഓക്കെ, സഗീഷ് ഇവിടെ വന്ന് പരീക്ഷിക്കുന്നത് നമ്മുടെ മാഗ്നറ്റിക് ടാങ്ക് ബാഗാണ്. ഒട്ടുന്നുണ്ടോ? ഒട്ടുന്നില്ല ഗൈസ്. അപ്പോൾ ഫൈബർ കോട്ടിംഗ് ആണ് മേളിൽ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ടാങ്കിൻ്റെ കാര്യം. സോ നമുക്ക് മാഗ്നറ്റിക് ടാങ്ക് ബാഗ്സ് ഒന്നും ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് നോർമൽ വരുന്ന എന്താ പറയുന്നത്
അതിൻ്റെ സ്ട്രാപ്പ് മെക്കാനിസം യൂസ് ചെയ്തിട്ട് ടാങ്ക് ബാഗും കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കാവുന്നതാണ്. ഈ ടാങ്കിൻ്റെ ഷേപ്പ് അടിപൊളിയാണ്. കാരണം നമ്മളിത് ഇരുന്നാൽ തന്നെ എണ്ണീച്ച് നിന്ന് ഓടിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഇവിടെ ഇങ്ങനെ തടസ്സങ്ങളൊന്നും വരാത്ത രീതിക്കുള്ള ഒരു ടാങ്ക് ഷേപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഓറഞ്ച് സൈഡ് ക്ലാഡിങ്ങും അതിലെ ആ ഒരു അഡ്വഞ്ചർ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ സീറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സീറ്റ് ഹൈറ്റിൻ്റെ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. 855 മില്ലിമീറ്ററാണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ടോൾ സൈഡിലോട്ടാണ്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറഞ്ഞ റൈഡേഴ്സിന് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു വാഹനത്തിൽ നിന്ന് കാല് തറയെ കുത്താനായിട്ട്. പക്ഷേ സീറ്റ് നല്ല ലോങ് ആണ്, നമുക്ക് മനസ്സിലാകും. ഇപ്പിട്ടം തൊട്ട് ഇപ്പിട്ടം വരെ ഉണ്ട് നമ്മുടെ സീറ്റ്. അതായത് നിങ്ങൾ എൻഡ്യൂറോ സ്റ്റൈൽ റൈഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തേക്ക് മുന്നിലേക്ക് ഇറങ്ങിയിരുന്ന് ഓടിക്കാം. അല്ല ടൂറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തേക്ക് ഇതാ പിന്നിലേക്ക് ഇറങ്ങിയിരുന്നാൽ നല്ല സപ്പോർട്ടും കിട്ടും. എണ്ണിച്ച് നിൽക്കാം. സോ അങ്ങനെയൊക്കെ നല്ല ഒരു സീറ്റാണ് വന്നിരിക്കുന്നത്. പില്ലൺ സീറ്റ് ആണെങ്കിലും വലിയ ഹൈറ്റ് പോയിട്ടില്ല, അത്യാവശ്യം നല്ല ഏരിയ വരുന്നുണ്ട്. അതേപോലെ എന്താ 2 കിട്ടിലും ഗ്രാബ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാബ് റെയിൽസ് ബാക്കിയിരിക്കുന്ന ആൾക്ക് പിടിച്ചിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് സുഖമായിട്ട് ലഗേജും ഇതേ വെച്ച് കെട്ടാൻ സാധിക്കും. നല്ല ഒരു സപ്പോർട്ടായിട്ടാണ്, ഒരു ക്യാരിയർ പോലെയാണ് അതും വർക്ക് ചെയ്യുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴും ആ ഒരു ഓറഞ്ച് ക്ലാഡിങ് ഭയങ്കരമായിട്ട് ഇറിച്ച് നിൽക്കുന്നുണ്ട് വണ്ടിയിൽ. ടെയിൽ സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്ക് നല്ല സ്ലിമ്മായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. ഇതിൻ്റെ ഈ ടെയിൽ ലൈറ്റും അടിപൊളിയാണ്. ഞാൻ ഓണാക്കി കാണിക്കാം. കണ്ടില്ലേ, അടിപൊളി ഡിസൈനാണ് ഇതിൻ്റെ ടെയിൽ ലൈറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇവിടം കൊണ്ട് ടെയിൽ തീരുകയാണ്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ടെയിൽ ടൈഡിയും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ട്. നല്ല ഫ്ലെക്സ് ഉള്ള മെറ്റീരിയലാണ്. കാരണം അഡ്വഞ്ചർ ബൈക്കാണ്ട് എടുത്ത് ചാടിച്ചൊക്കെ നമ്മൾ ഓഫ് റോഡ്സിലൂടെയൊക്കെ ഓടിക്കുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അത്രയും ഫ്ലെക്സ് കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 130 സെക്ഷൻ ടയറാണ്. ഫ്രണ്ടിലുള്ള സെയിം മോഗ്രിപ്പ് MRF മോഗ്രിപ്പ് മീറ്റിയോർ M2 എന്ന് പറയുന്ന ഒരു ടയറാണ് വന്നിരിക്കുന്നത്. നൈലോ ഗ്രിപ്പ് ടയറാണ്, എസറേറ്റഡ് ടയറാണ്, ബാക്കിൻ ട്യൂബ്ലെസ് ആണ്. അലുമിനിയം സ്വിംഗ് ആം നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്സെപ്റ്റ് എക്സോസ്റ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഡ്യൂക്ക് 250 പോലെയല്ല, കുറച്ചും കൂടെ വലിയ അപ്സെപ്റ്റ് ആയിട്ടുള്ള എക്സോസ്റ്റ് ആണ്. ഇതിൻ്റെ ഈ ഒരു സിൽവർ കളർ ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ കളർ സ്കീമായിട്ട് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ട്രെല്ലിസ് ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ട്രെല്ലിസ് ഫ്രെയിം. അതേപോലെ തന്നെ ഇത് നമ്മുടെ സ്പ്ലിറ്റ് ബോൾട്ടോൺ സബ് ഫ്രെയിമും കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രാഷൊക്കെ സംഭവിച്ചാൽ തന്നെ അത് നമുക്ക് മാറാനായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിലാണ് ഡാമേജ് സംഭവിച്ചെങ്കിൽ മൊത്തത്തിൽ മാറേണ്ട, ഡാമേജ് സംഭവിച്ച സാധനം മാത്രം മാറിയാൽ മതി. ഇവിടെ നല്ല ക്രാഷ് കാർഡ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ആ റേഡിയേറ്ററിനെയും എഞ്ചിനെയും കൂടെ പൊതിഞ്ഞ് നിൽക്കുന്ന പോലെയുള്ള ഒരു ക്രാഷ് കാർഡാണ്. ഇതിൻ്റെ റേഡിയേറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു കെർവ്ഡ് റേഡിയേറ്ററാണ്. അതുപോലെ 2 ഫാൻ സിസ്റ്റവും ഇതിൽ വരുന്നുണ്ട്. നോർമൽ ഡ്യൂക്ക് 250 നമുക്ക് അത് കാണാൻ സാധിക്കില്ല. അഡ്വഞ്ചറിൻ്റെ ഒരു പ്രത്യേകതയാണിത്. സോ ബെറ്റർ കൂളിംഗ് നമുക്ക് ഇതിന് കിട്ടും. അതേപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200 മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഒബ്സ്റ്റക്കിൾസിൻ്റെ മുകളിൽ കൂടെയും വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് വണ്ടി ഓടിച്ചു പോകാൻ സാധിക്കുന്നതാണ്. ഇനി എഞ്ചിനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 248.77 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOHC 4 സ്ട്രോക്ക് എഞ്ചിനാണ്. 30 PS പവർ 9000 RPM-ലും 24 Nm ടോർക്ക് 7500 RPM-ലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണിത്. മാത്രമല്ല ഇതിന് ഏകദേശം 12.5:1 എന്നുള്ളൊരു കംപ്രഷൻ റേഷ്യോ, ഒരു ഹൈ കംപ്രഷൻ റേഷ്യോ വരുന്നത് നമ്മുടെ ഡ്യൂക്ക് 390യോട് സിമിലറായിട്ടുള്ള ഒരു കംപ്രഷൻ റേഷ്യോ വരുന്ന ഒരു എഞ്ചിനാണിത്. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പ്ലോസീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു എഞ്ചിനാണിത്. അപ്പോൾ ഇതുപോലെയുള്ളൊരു അഡ്വഞ്ചർ ബൈക്കിൽ നോർമലി ഇതുപോലെയുള്ളൊരു എഞ്ചിൻ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ KTM ആയതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പ്ലോസീവ് പെർഫോമൻസ് ക്യാരക്ടർ അവരുടെ എല്ലാ ബൈക്കുകൾക്കും ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെയുള്ളൊരു ബൈക്കാണിതും. ഈ ബാക്കിലത്തെ സസ്പെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 സ്റ്റെപ്പ് റീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോ ഷോക്ക് അബ്സോർവറാണ് കൊടുത്തിരിക്കുന്നത്. ഈ സസ്പെൻഷനൊക്കെ തന്നെ നമുക്കൊരു ടൂറിങ്ങിന് വേണ്ടിയിട്ടും അഡ്വഞ്ചർ റൈഡിങ്ങിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൂറിങ്ങിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്ത രീതിക്കാണ് KTM കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഓവറോൾ വാഹനത്തിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസിലേക്ക് കിടക്കാം. 177 കിലോയോളം കെർബ് വെയിറ്റ് വരുന്ന ഈ ഒരു ബൈക്കിൻ്റെ ഓൺ റോഡ് പത്തനംതിട്ട പ്രൈസ് എന്ന് പറയുന്നത് 3,16,500 രൂപയോളമാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഈ ഒരു ബൈക്ക് വർത്തിട്ടാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. മാത്രമല്ല ഈ KTM പത്തനംതിട്ടയിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു KTM ബൈക്ക് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ ആക്സസറി ഷോപ്പായിട്ടുള്ള ഇഗ്നേറ്റ് ട്രീറ്റ് പത്തനംതിട്ടയിൽ നിന്നും നിങ്ങൾ 6,000 റുപ്പീസിന് മുകളിലോട്ടുള്ള പർച്ചേസുകൾക്ക് 15% ഓഫും അവരിട്ടിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ പുതിയ ഈ ഒരു 2024 KTM മോഡൽസിനൊക്കെ തന്നെ വാറൻറ്റിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് 5 വർഷം അല്ലെന്നുണ്ടെങ്കിൽ 75,000 കിലോമീറ്ററാണ് ഇപ്പോൾ ഇവരുടെ KTM വാഹനങ്ങൾക്ക് കൊടുക്കുന്ന വാറൻറ്റി എന്ന് പറയുന്നത്. അത് ഒരു നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 1 വർഷത്തേക്കുള്ള RSA റോഡ് സൈഡ് അസിസ്റ്റൻസും ഫ്രീ ആയിട്ട് കസ്റ്റമേഴ്സിന് KTM ഓഫർ ചെയ്യുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2024 പുതിയ മോഡൽ KTM ബൈക്കുകൾ നിങ്ങൾ വാങ്ങുക.
അതിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് KTM പത്തനംതിട്ട കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ബൈക്ക് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, യൂസർ സൈഡ് ഒപ്പീനിയൻ എന്താണെന്നുള്ളതും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് ADV ബൈക്സ് എന്ന് തന്നെ ഞാൻ പറയും. ഈ ഒരു പുതിയ ഓറഞ്ച് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷന് കാണാനായിട്ട് അടിപൊളിയാണ്. നല്ലൊരു സെക്സി ലുക്കിംഗ് ആയിട്ടുള്ള ബൈക്ക് തന്നെയാണ് ഈ ഒരു KTM അഡ്വഞ്ചർ 250 എന്ന് പറയുന്നത്.